പ്രിയപ്പെട്ടവരുടെ കൺകാഴ്ചയിൽ നിന്നേക്കുമായി മായുകയാണ് നടന നൊമ്പരമായ ശ്രീനന്ദയെ പൊതുദർശനത്തിന് ശേഷം സംസ്കാര നടപടികൾക്കായി വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നു. നമ്മൾക്കറിയുന്ന പോലെ തന്നെ നമ്മൾ അവിടെ കാത്തിരുന്ന അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഏറെ വൈകിയും കാത്തിരുന്ന മനുഷ്യരെ നമ്മൾ കണ്ടതാണ്. അവരുടെ വൈകാരിക നമ്മൾ കണ്ടതാണ്, അവരുടെ കണ്ണുനീർ നമ്മൾ കണ്ടതാണ്. ആ വാഹനം അത് എന്നേക്കുമായി അവളെയും കൊണ്ട് അവരുടെ ഉറ്റവരുടെ കൺകാഴ്ചകളിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. അത് ഉൾക്കൊള്ളാനാകാതെ താങ്ങാനാകാതെ വിതുമ്പുന്ന പ്രിയപ്പെട്ടവർ, അവളെ നേരിട്ടല്ലാതെയും അറിയുന്ന മനുഷ്യർ. ഈ കാഴ്ചകൾ കേരളത്തിൻ്റെ നൊമ്പര കാഴ്ചയായി തന്നെ മാറുന്നു. ഒരു വിനോദയാത്രയ്ക്ക് 25 കുടുംബാംഗങ്ങളുമായി അല്ലെങ്കിൽ കുടുംബ സംഘത്തോടൊപ്പം പോയ ശ്രീനന്ദ തിരിച്ച് നാട്ടിലേക്ക് കൂട്ടുകാരോട് വിനോദയാത്ര വിശേഷങ്ങൾ പറഞ്ഞു വരേണ്ടവൾ മിണ്ടാനാകാതെ ചേതനയേറ്റ് വന്നതിൻ്റെ നടുക്കത്തിലും നൊമ്പരത്തിലും കഴിയുന്ന പ്രിയപ്പെട്ടവരുടെ കൺകാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഷാരിഖ് നവാസ് നമ്മോടൊപ്പം ചെയ്യുന്നു. ഷാരിഖ്, ശ്രീനന്ദ എന്നേക്കുമായി അവരുടെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. സംസ്കാര നടപടികൾ എപ്പോഴേക്കും ഉണ്ടാകും? എന്തൊക്കെ നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? 4 ദിവസത്തെ തിരച്ചിൽ എല്ലാ ഘട്ടത്തിലും കേരളക്കര ഒന്നാകെ ആഗ്രഹിച്ചു. ഒരു പോർവമേൽക്കാതെ അവൾ തിരികെ വരുമെന്ന്, മടങ്ങി വരുമെന്ന്. അങ്ങനെ ആ പ്രാർത്ഥന വിഫലമായിക്കൊണ്ടാണ് ഇന്നലെ ഉച്ചയോടുകൂടി 1500 താഴ്ചയിൽ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. അപകടമാണെന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ അന്വേഷണമടക്കം പുരോഗമിക്കുന്നത്. ചെറിയ അശ്രദ്ധയായിരിക്കണം. എന്തായാലും വളരെ പ്രിയപ്പെട്ടവൾ കുടുംബത്തോടൊപ്പം ചേർന്നെന്ന് ആ വ്യൂ പോയിന്റ് കയറി ഇറങ്ങി വരുമ്പോൾ ഏതാണ്ട് വീട്ടുകാരുടെ അടുത്തെത്താൻ 15 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുകയാണ്. 15 മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് അവളെ അവർക്ക് എന്നേക്കുമായി കാണാതെ ഇല്ലാതായിരിക്കുന്നതെന്നാണ് അവളെ നൊമ്പരപ്പെടുത്തുന്ന വാർത്ത. ഓരോ നിമിഷവും ഓരോ മിനിറ്റും കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്ന അവൾ പെട്ടെന്നാണ് കൺമുന്നിൽ നിന്ന് മാഞ്ഞത്. പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ട 4 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ നമ്മൾ എല്ലാ ഘട്ടത്തിലും ആഗ്രഹിച്ചിരുന്നു എന്തെങ്കിലും ഒരു പ്രതീക്ഷയോടുകൂടി അവൾ തിരികെ വരുമെന്ന്. ആ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇന്നലെ മൃതദേഹം കണ്ടെത്തിയത്. നടപടികളെല്ലാം പൂർത്തിയാക്കി ഇന്ന് തന്നെ പാലക്കാടേക്ക് എത്തിച്ചു. ഈ പാലക്കാട് അവളുടെ ഓരോ ബന്ധുക്കളുടെയും ഉറ്റവരുടെയും അയൽവാസികളുടെയും ഒക്കെ പ്രതികരണം എടുക്കുമ്പോൾ അവളെക്കുറിച്ച് പറയാൻ നല്ല വാക്കുകൾ മാത്രമാണ് ഉണ്ടായത്. ഉത്സാഹിയായ, എന്നും പ്രസന്നവതിയായി കാണുന്ന ആ ചിരി, നമ്മൾ ദൃശ്യങ്ങളടക്കം കാണുന്ന ആ ചിരി, അത് ഏവരുടെയും മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് കാര്യത്തിൽ സംശയമില്ല. ആ ചിരി മാഞ്ഞു എന്നതിൻ്റെ സങ്കടവും നൊമ്പരം ഉൾക്കൊള്ളാനാകാത്ത പ്രിയപ്പെട്ടവരാണ് നമ്മളെങ്ങും കണ്ടത്. ഷാരിഖ്, മൃതദേഹം അവിടെ നിന്ന് വീട്ടിൽ നിന്ന് എടുത്ത് സംസ്കാര നടപടികൾക്കായി കൊണ്ടുപോയെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് നമുക്ക് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? സുഹേൽ, മൃതദേഹം സംസ്കാരത്തിനായി വീട്ടിൽ നിന്ന്, അതായത് കടമ്പഴിപ്പുറം കല്ലമ്പറം ഊട്ടറ വീട്ടിൽ നിന്ന് മൃതദേഹം സംസ്കരിക്കുന്നതിനായി തിരുവില്ലാമല ഐവർമഠം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. ആംബുലൻസ് ഇപ്പോൾ പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി 1 മണിക്കൂറോളം യാത്രയുണ്ട് തിരുവില്ലാമല ഐവർമഠത്തിലേക്ക് എത്തുന്നതിനായി. അപ്പോൾ അവിടെ എത്തി ചെറിയൊരു ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ശ്രീനന്ദയുടെ മൃതദേഹം. എന്നേക്കുമായി ശ്രീനന്ദ മായുകയാണ്. വിനോദയാത്രാ വിശേഷങ്ങളുമായി കൂട്ടുകാരെ കണ്ട് വിശേഷങ്ങൾ പറയേണ്ട, നാട്ടുകാരുടെ വിനോദയാത്രാ അനുഭവങ്ങൾ പറയേണ്ട അവൾ ചേതനയേറ്റ് സംസാരിക്കാനാകാത്ത വിധത്തിൽ തിരികെ വന്നതിൻ്റെ നെട്ടലിലും നൊമ്പരത്തിലുമാണ് ആ നാട്ടുകാരുള്ളത്, ആ പ്രിയപ്പെട്ടവരുള്ള. അവരുടെ വൈകാര്യം നമ്മൾ കണ്ടു. ഇപ്പോൾ ശ്രീനന്ദയുടെ മൃതദേഹം സംസ്കാര നടപടികൾക്കായി വീട്ടിൽ നിന്ന് കൊണ്ടുപോയി എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വാർത്തകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.